ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജനത്തിൻ്റെ യഥാസ്ഥാനത്തെക്കുറിച്ചാണ് എസ്രായുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. 1, 2 അധ്യായം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നതിനെ വർണ്ണിക്കുകയാണ്. അതിൻ്റെ അവസാന വാക്യങ്ങളിൽ അവർ മടങ്ങി വന്ന് താങ്കളുടെ പട്ടണങ്ങളിൽ പാർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് പ്രകാരം ഏകദേശം 50,000 പേർ മടങ്ങി വന്നു. അത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ദൈവം രാജാവിൽ കൂടെ പ്രവർത്തിച്ചിട്ടും രാജകൽപ്പന ഉണ്ടായിട്ടും അനേക ജനം മടങ്ങി വന്നില്ല. എങ്കിലും ഹൃദയ താല്പര്യമുള്ള 50,000 പേർ മടങ്ങി വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ദൈവം ശിക്ഷ അയക്കുന്നെങ്കിലും തൻ്റെ ജനത്തെ ദൈവം മറന്നു കളയത്തില്ല. ദൈവം അവരെ ഓർക്കും. അതുമാത്രമല്ല, ദൈവം അവർക്ക് ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടല്ലോ. യിരെമ്യാ പ്രവാചകനിൽ കൂടെ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് ഒരു വാഗ്ദത്തം കൊടുത്തു. 70 വർഷത്തിന് ശേഷം മടങ്ങി വരും. ദൈവം വാഗ്ദത്തം നിറവേറ്റുന്നവനല്ലേ. അതുമാത്രമല്ല, പ്രവാസം പ്രയോജനരഹിതമായിരുന്നു എന്ന് പറയാൻ സാധ്യമല്ല. കാരണം അവരുടെ ആത്മീക ജീവിതത്തെ തിരുത്തുന്നതിന് അതിടയാക്കി. ഒരു ചരിത്രം വളരെ പ്രസക്തമായി നമുക്ക് കാണാൻ കഴിയും. മടങ്ങി വന്ന ഇസ്രായേൽ പിന്നീട് വഴിതെറ്റി പോയിട്ടുണ്ട് എങ്കിൽ തന്നെ വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ പ്രവാസകാലം അവരെ എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ബാലശിക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരം തന്നെയാണ്. എന്നാൽ മടക്കി അയച്ച ഈ ജനത്തിന് വേണ്ടുന്നതെല്ലാം രാജാവിൽ കൂടെയും ചുറ്റും പാർത്തവരിൽ കൂടെയുമൊക്കെ ദൈവം വേണ്ടുന്നതെല്ലാം നൽകി എന്ന് എസ്രായുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-7 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2-ാമത്തെ അധ്യായത്തിൽ മടങ്ങി വന്നവരുടെ പട്ടികയാണ് നാം കാണുന്നത്. അവർ മടങ്ങി വന്ന് താങ്കളുടെ പട്ടണങ്ങളിൽ പാർത്തു. 2-ാമത്തെ അധ്യായത്തിൻ്റെ 70-ാമത്തെ വാക്യത്തിൽ അത് കാണും. ഒരു വിധത്തിൽ പറഞ്ഞാൽ, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ സ്വന്തം ദേശത്ത് വന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം സെറ്റിൽ ഡൗൺ ചെയ്തു. എന്നാൽ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ ആരാധനയിൽ യഥാസ്ഥാനപ്പെടുന്നതായി കാണും. 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരുശലേമിൽ വന്ന് കൂടി. 7-ാം മാസം ഇസ്രായേലിന് വളരെ പ്രാധാന്യമുള്ളതാണ്. കാഹളധ്വനിയുടെ പെരുന്നാൾ ആഘോഷിച്ചത് 7-ാം മാസം 1-ാം തീയതിയാണ്. ജനത്തെ ഒരുമിച്ച് വിളിച്ചു കൂട്ടുന്ന ആ പ്രത്യേക പെരുന്നാൾ. അതുമാത്രമല്ല, പാപപരിഹാര ദിവസം, ജീവിതത്തെ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ തിരുത്തുന്ന സമയം, അതിപ്രധാനമായ ഒരു പെരുന്നാൾ തന്നെയാണ്. അത് 7-ാം മാസത്തിൽ ആചരിച്ചിരുന്നു. കൂടാരപ്പെരുന്നാളും 7-ാം മാസത്തിലാണ്. ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 7-ാം മാസം ഈ ജനത്തിന് വളരെ പ്രസക്തമായിരുന്നതുകൊണ്ട് ആ മാസത്തിൽ അവർ ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ഒരുമിച്ച് വന്നുകൂടി എന്ന് മാത്രമല്ല, അവരുടെ മുൻഗണന 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണും. അവർ സ്വന്തം ദേശത്ത് വന്നു, അവിടെ പാർത്തു. അത് സന്തോഷകരമായ അനുഭവം തന്നെയാണ്. എന്നാൽ ഉടനെ അവർ ചെയ്തത് ദൈവത്തിൻ്റെ യാഗപീഠം പണിയുക എന്നുള്ളതായിരുന്നു.
യോസാദാക്കിൻ്റെ മകനായ യോശുവയും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ യാഗപീഠം പണിതു. ഒരു നല്ല ലക്ഷണമാണ്. ദൈവം അവരെ തിരിച്ച് വരുത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ഹൃദയത്തിൻ്റെ ആവേശം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ അശുദ്ധമാക്കപ്പെട്ട ആലയം, അശുദ്ധമാക്കപ്പെട്ട യാഗപീഠം, അത് നിമിത്തം ശിക്ഷ അവരുടെ മേൽ വന്നു. എന്നാൽ ഇപ്പോൾ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തി. മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൻ്റെ യാഗപീഠം, ദൈവത്തെ ആരാധിക്കാനായി ഒരുമനപ്പെട്ടു. 3-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക കാര്യം അവിടെ നാം കാണുന്നു. അവർ ദേശത്തെ നിവാസികളെ പേടിച്ചിട്ട്, അപ്പോൾ അവരുടെ യഥാസ്ഥാനത്തിന് വേണ്ടിയുള്ള ഈ പടികളിൽ അവർക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെ അവർ ആരാധനയ്ക്ക് ഒരുമ്പെട്ടു എന്ന് നാം അവിടെ കാണും. 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്: യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ, കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. പ്രയോറിറ്റി ഓഫ് ദെയർ ലൈഫ് ഈസ് ടു വർഷിപ്പ് ദ ലോർഡ്. യഥാസ്ഥാനപ്പെടുത്ത കഴിഞ്ഞപ്പോൾ തന്നെ അവർ ദൈവത്തെ ആരാധിക്കുന്നതിൽ അതീവ തൽപരരായിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും. എങ്ങനെ പണിതു എന്നുള്ളത് ഇവിടെ പ്രത്യേകം വർണ്ണിച്ചിട്ടുണ്ട്. അതിൻ്റെ പണ്ടത്തെ നിലയിൽ പണിതു, ആസ് ഇറ്റ് വാസ് ബിഫോർ. യഥാസ്ഥാനപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷണമാണല്ലോ, പുതിയതൊന്ന് കണ്ടുപിടിക്കുകയല്ല. ദൈവം പണ്ട് അവർക്ക് കൊടുത്തിരുന്ന പഴയ വഴികളിലേക്ക് അവർ മടങ്ങി വരികയാണ്. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പണ്ടത്തെ നിലയിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ആസ് ഇറ്റ് വാസ് ബിഫോർ. പലപ്പോഴും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പടികളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരനുഭവമുണ്ട്, ഗോയിങ് അവേ ഫ്രം ഗോഡ്സ് പ്രിൻസിപ്പിൾസ്. എന്നാൽ അതിലേക്ക് മടങ്ങി വരിക, അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. 7-ാം മാസം 1-ാം തീയതി മുതൽ അവർ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാൻ തുടങ്ങി എന്ന് 6-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ അവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യഹോവയുടെ മന്ദിരത്തിൻ്റെ അടിസ്ഥാനം അതുവരെ ഇട്ടിരുന്നില്ല. അപ്പോൾ ദൈവാലയം അവിടെ ഇല്ല. അവർക്കാകമാനം ഉള്ളത് ഒരു യാഗപീഠം മാത്രമാണ്. അത് നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാനായി പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലങ്ങളൊന്നും ആവശ്യമില്ല. ഹൃദയത്തിൽ ആരാധിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു യാഗപീഠം മാത്രം മതി. അവർ ദൈവത്തെ ആരാധിക്കാനായി തുടങ്ങി എന്ന് നാം കാണും. 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവരുടെ ആരാധന ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു: അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണത്തിൽ പാർത്തിരിക്കുമ്പോൾ അവർ വന്ന് യഥാസ്ഥാനപ്പെട്ട് സ്വന്തം ദേശത്ത് പാർക്കുകയാണ്. അങ്ങനെ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരുശലേമിൽ വന്നുകൂടി. അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ അതീവ താല്പര്യം ഉണ്ടായി എന്ന് മാത്രമല്ല, അവരുടെ ആരാധനയുടെ ഒരു പ്രത്യേകത, അവർ ഒരുമനപ്പെട്ട്. ആരാധനയ്ക്ക് ഏറെ ആവശ്യമായുള്ളൊരു കാര്യമല്ലേ ഇത്, യൂണിറ്റി. അപ്പോൾ പണ്ടത്തെ നിലയിൽ പഴയ വഴികളിൽ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് യാഗപീഠം പണിതു എന്ന് മാത്രമല്ല, അത് അതിപ്രധാനമാണ്. നാളുകളായി ബാബേലിലായിരുന്നതുകൊണ്ട് അവിടുത്തെ എന്തെങ്കിലും ഉപദേശമോ അവിടുത്തെ ആലോചനയോ അവരുടെ ആരാധനയിൽ സ്വാധീനിക്കുന്നില്ല. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവർ യാഗപീഠം പണിതു. എന്നാൽ അത് പണിയുന്നതിൽ, ആരാധന തുടങ്ങുന്നതിൽ അവർ
ഒരുമനപ്പെട്ട് ഐക്യത ആരാധനയുടെ മാറ്റുകൂട്ടുമെന്ന് മാത്രമല്ല, ഐക്യതയില്ലാത്ത ആരാധന ദൈവത്തിന് പ്രസാദകരമായ ആരാധനയുമല്ല. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. അത് ശുഭമായൊരു കാര്യമാണ്. ഇറ്റ്സ് എ ഗുഡ് തിങ്. അതുമാത്രമല്ല, അത് മനോഹരമായൊരു കാര്യമാണ്. അഹ്റോൻ്റെ താടിയിൽ നിന്ന് ആ സുഗന്ധ തൈലം ഒഴുകുന്നത് പോലെ സൗരഭ്യം പരത്തുന്നതും കൂടെയാണ് ഒരുമിച്ചുള്ള ആരാധന. എന്താണ് ശക്തിയുടെ രഹസ്യം? ഐക്യതയല്ലേ. എന്താണ് പ്രാർത്ഥനയിൽ മറുപടി ലഭിക്കാൻ ഉള്ള വഴി? ഐക്യതയിൽ പ്രാർത്ഥിക്കുന്നതല്ലേ. സന്തോഷത്തിൻ്റെ രഹസ്യവും അതുതന്നെയല്ലേ. ഈ ജനം മടങ്ങി വന്നു. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് യാഗപീഠം പണിതു. എന്ന് മാത്രമല്ല, അവർ ഒരുമിച്ച് പണിതു. ഒരു കാര്യം വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. യോസാദാക്കിൻ്റെ മകനായ യോശുവയും അവൻ്റെ സഹോദരന്മായ പുരോഹിതന്മാരും ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റു. അവർ ഒരുമിച്ച് കൂടി എന്ന് മാത്രമല്ല, നേതൃത്വത്തിൽ ഐക്യത വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭരണത്തിൽ ഏർപ്പെട്ടിരുന്ന സെരുബാബേലും ആരാധനകൾക്കും ആത്മീക കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്ന യോശുവയും പുരോഹിതന്മാരും എല്ലാവരും ഈ കാര്യത്തിൽ ഒന്നിച്ചു വന്നു. ജനം ഒരുമിച്ച് വന്നു എന്ന് മാത്രമല്ല, നേതൃത്വത്തിലിരുന്നവർ ഒരുമിച്ച് വന്നു. ഇത് ആരാധനയുടെ മാറ്റുകൂട്ടുന്ന കാര്യം തന്നെയാണ്. മൂന്നാമത് അവരുടെ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇവരെല്ലാവരും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു തീഷ്ണതയോടെ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം 2 ഐക്യതയോടെ, 3 തീഷ്ണതയോടെ ദൈവത്തെ ആരാധിക്കുവാൻ അവർ ഒരുമ്പെട്ടു. ദൈവത്തെ ആരാധിക്കാനായി അവർ ഒരുമ്പെട്ടപ്പോൾ അവർ എന്തർപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ദേശത്തെ നിവാസികളെ പേടിച്ചിട്ട് യാഗപീഠത്തെ അതിൻ്റെ പണ്ടത്തെ നിലയിൽ പണിതു. അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ, കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. അപ്പോൾ അവർ അർപ്പിച്ചത് ഹോമയാഗങ്ങളാണ്, ബേൺഡ് ഓഫറിങ്സ്. ആരാധനയുടെ പ്രധാനപ്പെട്ട ഘടകമാണിത്. ലേവ്യ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ ഹോമയാഗത്തിൻ്റെ പ്രമാണം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹോമയാഗം കഴിക്കുമ്പോൾ ഇത് ദൈവത്തിന് പ്രസാദകരമായ ദഹനയാഗം, ദൈവത്തിന് പ്രസാദകരമായ ദഹനയാഗം. ഇതാണ് മടങ്ങി വന്ന ജനം, നേതൃത്വ നിരയിലുള്ളവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കാലത്തും വൈകിട്ടും അവർ ആരാധിച്ചു. എങ്ങനെ ആരാധിച്ചു? ദൈവത്തിന് പ്രസാദകരമായ ഹോമയാഗങ്ങളെ അർപ്പിച്ച് അവർ ആരാധിച്ചു. സോ ഇറ്റ് വാസ് എൻ ഓഫറിംഗ് പ്ലീസിങ് ടു ദ ലോർഡ്. ലേവ്യ പുസ്തകം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഹോമയാഗത്തിൻ്റെ ചില പ്രമാണങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രയേൽ ജനത്തിന് മാത്രമല്ല, അതിൽ കൂടെയുള്ള ദൂത് നമ്മുടെ ഇന്നത്തെ ആരാധനയ്ക്ക് നല്ല പ്രമാണങ്ങളെയും നല്ല ആലോചനകളെയും തരുന്നു. എങ്ങനെ ആരാധിക്കണം, എന്താണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ആരാധന? 1-ാമത്തെ അധ്യായം
ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ. ആ വാക്യം എന്നോട് പലപ്പോഴും ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ ഹോമയാഗം കഴിക്കാനായിട്ടുള്ള നിർബന്ധം ദൈവം നമുക്ക് തരുന്നില്ല. ആ താല്പര്യം നമ്മളിൽ നിന്നുണ്ടാകണം. ഇഫ് യു ഓഫർ, നീ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ എങ്ങനെ അർപ്പിക്കണം? ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ അർപ്പിക്കണം. ലേവ്യ 1:3 കാണും. അപ്പോൾ ഊനമില്ലാത്തത്. ആധുനിക അനുഭവത്തിൽ ഇപ്രകാരം നാം ചിന്തിച്ചാൽ മതി. ഏറ്റവും നല്ലത് ഗിവിങ് ഗോഡ് ദ ബെസ്റ്റ്. ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമാകണമെങ്കിൽ ദൈവത്തിന് ഏറ്റവും നല്ലത് നാം കൊടുക്കണം. ദൈവത്തിന് എന്തെങ്കിലും നൽകിയല്ല. കായൻ്റെ ആരാധനയിൽ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അവൻ്റെ കൃഷിസ്ഥലങ്ങളിലുള്ള ചിലത് കൊണ്ടുവന്നു. എന്നാൽ ഹാബേൽ അങ്ങനെയല്ല. അവൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും നല്ലതിനെ, മേത്തരമായതിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഇന്നും ആരാധനയ്ക്ക് ഇത് വളരെ ആവശ്യമായ കാര്യമാണ്. തമ്പുരാനെ ആരാധിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും നല്ലത് നൽകുവാൻ നാം ഒരുമ്പെടണം. ഒരു ക്രിസ്തേതര വിഭാഗത്തിൽപ്പെട്ടൊരു സ്ത്രീ തൻ്റെ 2 കുഞ്ഞുങ്ങളിൽ ഒന്നിനെ അവർ ആരാധിക്കുന്ന സ്ഥലത്തിലെ സേവയ്ക്കായി കൊണ്ടു കൊടുക്കുവാനായി തീരുമാനിച്ചു. അതിലൊന്ന് നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണ്, മറ്റേത് വലിയ ആരോഗ്യമില്ല. എന്നാൽ അവൾ ആ സ്ഥലത്ത് പോയി ആരാധിച്ചതിന് ശേഷം മടങ്ങി വരുമ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞിനെ അവിടുത്തെ വേലയ്ക്കായി കൊടുത്തതിന് ശേഷം മടങ്ങി വന്നു. മടങ്ങി വരുന്ന വഴിയിൽ ഒരു ക്രിസ്തീയ വിശ്വാസി ആ സ്ത്രീയോട് ചോദിച്ചു, അവിടുത്തെ പണികൾക്ക് വലിയ ആരോഗ്യമൊന്നും ആവശ്യമില്ലല്ലോ, ആരാധന സ്ഥലത്ത് പ്രവർത്തിക്കുവാൻ നല്ല ആരോഗ്യമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ആരോഗ്യമില്ലാത്ത കുഞ്ഞിനെ കൊടുത്താൽ പോരായിരുന്നോ? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ദൈവങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ദൈവങ്ങൾ ഏറ്റവും നല്ലതിനെ ആഗ്രഹിക്കും. നമ്മുടെ ദൈവം എന്തെങ്കിലുമല്ല ആഗ്രഹിക്കുന്നു, നമുക്കുള്ള ഏറ്റവും നല്ലത്, ദ വെരി ബെസ്റ്റ്. രണ്ടാമത്, ഹോമയാഗത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന വ്യവസ്ഥ, അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. ഊനമില്ലാത്തതിനെ കൊണ്ടുവരണം, പുരോഹിതൻ പരിശോധിക്കണം. അതിനുശേഷം യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അപ്പോൾ ഈ കൊണ്ടുവരുന്ന യാഗവസ്തു കൊല്ലപ്പെടണം. ഇത് വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒരു നിഴലാണ്. അപ്പോസ്തലനായ പൗലോസ് റോമയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദകരമായ യാഗമായി അർപ്പിപ്പീൻ. ജീവനുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ ശാരീരികമായി കൊല്ലപ്പെടുക എന്നുള്ളതല്ല. അവിടെ ധ്വനിക്കുന്ന ഒരു പ്രത്യേക ദൂതുണ്ട്. നമ്മുടെ സ്വയത്തെ,
നമ്മുടെ ഉള്ളാളത്വത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കണം. സെൽഫ് മസ്റ്റ് ബി ഡിസ്ട്രോയിഡ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പുസ്തകം പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ആരാധനയുടെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ പൂർണ്ണ സമർപ്പണം. പൂർണ്ണ സമർപ്പണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആളത്വത്തെ, നമ്മുടെ ഉൾമനുഷ്യനെ, നമ്മുടെ സ്വയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിയറ വെക്കുക. കില്ലിംഗ് ഓഫ് ദ സെൽഫ്. പലപ്പോഴും നമ്മുടെ സ്വയത്തെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ആരാധന ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ പൂർണ്ണ സമർപ്പണം ആവശ്യമാണല്ലോ. ഇവിടെയാണ് നമുക്ക് ജീവനുണ്ടാകുക. ഇവിടെയാണ് ദൈവത്തിന് പ്രസാദകരമായ യാഗമായി തീരുന്നത്. 3-ാമത് കൊടുത്തിരിക്കുന്ന പ്രമാണം, അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. തോലുരിക്കുക. ന്യായമായി നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും, ഊനമില്ലാത്തതിനെ അല്ലയോ കൊണ്ടുവരുന്നത്, പിന്നെ തോലുരിക്കേണ്ട ആവശ്യം എന്താ? ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായ യാഗമായി തീരണമെങ്കിൽ തുറക്കപ്പെട്ട ഒരു അനുഭവം, കവർ ചെയ്ത ഒരു ആരാധനയല്ല, തുറന്ന ഒരനുഭവം, ഓപ്പൺ ലൈഫ്. എനിക്ക് തോന്നുന്നു കാപട്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുള്ളൊരു ആരാധന, മുഖം മൂടി ധരിക്കാത്തൊരു ജീവിതം ദൈവികമായ ആരാധനയ്ക്ക് ആവശ്യമായ കാര്യമാണ്. സ്കിൻ ദ ആനിമൽ. പലപ്പോഴും നാം ആരാധനയ്ക്കായി കടന്നു വരുന്നു എങ്കിലും മുഖംമൂടികൾ ധരിച്ചാണ് വരുന്നത്. എന്നാൽ ദൈവത്തിന് പ്രസാദകരമായ യാഗമായി തീരണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ മുഖംമൂടികളെല്ലാം മാറി പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം. അന്തർഭാഗത്തിലെ സത്യമല്ലോ യഹോവേ നീ ഇച്ഛിക്കുന്നത്. പലപ്പോഴും നാം ആരാധന സമയങ്ങളിൽ ആരാധന സ്ഥലത്തിരിക്കുന്നെങ്കിലും പാട്ടുകളിൽ പങ്കെടുക്കുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു, ഒരുപക്ഷേ ശുശ്രൂഷയിൽ ഭാഗവാക്കുകളാകുകയും ചെയ്യും. എന്നാൽ ഇന്ന് ഈ കേൾക്കുന്ന ആലോചനയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. ഏറ്റവും നല്ലത് നൽകുവാൻ, നമ്മുടെ സ്വയം അർപ്പിക്കപ്പെടുവാൻ, ഈഗോ ദൈവത്തിൻ്റെ മുമ്പിൽ അടിയറ വെക്കുവാൻ, മുഖം മൂടിയുള്ളൊരു ആരാധനയല്ല, തുറന്ന ജീവിതാനുഭവം, ഓപ്പൺ ലൈഫ്. അതുമാത്രമല്ല, 4-മതായി ദൈവത്തിന് പ്രസാദകരമായ ആരാധന ഉണ്ടാകണമെങ്കിൽ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം എന്ന് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്താണ് അതിൽ കൂടെ നമ്മെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ശുദ്ധീകരിക്കപ്പെട്ട ഒരു അനുഭവം. തുറന്നു കഴിയുമ്പോൾ നിശ്ചയമായും ശുദ്ധീകരണം വേണ്ടിയ മേഖലകളൊക്കെ കണ്ടെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യാഗമൃഗത്തെ തോലൊരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുടലും അതിൻ്റെ കാലുമെല്ലാം ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ള ബോധ്യമുണ്ടാകും. എന്നാൽ ഇതെല്ലാം യാഗപീഠത്തിൽ വയ്ക്കുന്നതിന് മുമ്പേ കഴുകപ്പെടണം. അപ്പോൾ കഴുകപ്പെട്ട ഒരു ജീവിതത്തിന് മാത്രമേ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. ശുദ്ധീകരിക്കപ്പെട്ട അനുഭവം, ക്ലെൻസ്ഡ് ലൈഫ്. യഹോവേ നിൻ്റെ പർവ്വതത്തിൽ ആർ കയറും? വെടിപ്പുള്ള കയ്യ്, ശുദ്ധീകരിക്കപ്പെട്ട കരം, നിർമ്മല ഹൃദയം. ദൈവാലയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാനായിട്ട് കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം
ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ കുറവുകളെ കണ്ടെത്തിയാൽ നമ്മെ കഴുകുന്ന ഒരു പുണ്യാഹ രക്തമുണ്ടല്ലോ. അപ്പോൾ ദൈവത്തെ ആരാധിക്കാനായി നാം കടന്നു വരുമ്പോൾ ഏറ്റവും നല്ലത് സ്വയം ക്രൂശീകരിക്കപ്പെടുന്ന അനുഭവം, കൊല്ലപ്പെടുന്ന അനുഭവം, തോലുരിച്ച് മുഖം മൂടിയില്ലാത്തൊരു ജീവിതം, കവർ ചെയ്തൊരു ജീവിതമല്ല, കാപട്യമില്ലാത്തൊരു ജീവിതം, ശുദ്ധീകരിക്കപ്പെട്ട ഒരനുഭവം എന്ന് മാത്രമല്ല, അഞ്ചാമതായി പറഞ്ഞിരിക്കുന്നു, പുരോഹിതൻ സകലവും ഹോമയാഗമായി ദഹിപ്പിക്കണം. സകലവും, ഓൾ. അപ്പോൾ ദൈവത്തെ ആരാധിക്കാനായി കടന്നു വരുമ്പോൾ എങ്ങനെ ആരാധിക്കണമെന്ന് ഈ ജനത്തിന് മനസ്സിലായിരുന്നു. മോശയുടെ ന്യായപ്രമാണം പഠിച്ചിരുന്നതുകൊണ്ട് സകലവും അവർ അർപ്പിച്ചു. അപ്പോൾ ഇത് ദൈവത്തിന് പ്രസാദകരമായ യാഗം കഴിപ്പാൻ അവർ ഒരുമ്പെട്ടു. ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ദൈവത്തെ ആരാധിച്ചു. എസ്രായുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ അവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ, കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. റെഗുലാരിറ്റി ഇൻ വർഷിപ്പ്. സാധ്യതയുള്ളപ്പോൾ ഒക്കുമ്പോൾ ആരാധിക്കുകയല്ല, സൗകര്യമുള്ളപ്പോൾ ആരാധിക്കുകയല്ല, കാലത്തും വൈകിട്ടും ഉള്ള ഹോമയാഗങ്ങളെ തന്നെ. ആ വാചകം വളരെ ശ്രദ്ധേയമാണ്. കാലത്തും വൈകിട്ടും ഉള്ള എന്ന് പറഞ്ഞാൽ കഴിക്കേണ്ടതായ ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. അപ്പോൾ ജനം മടങ്ങി വന്ന് ആരാധിച്ചു. എങ്ങനെയെങ്കിലും ആരാധിക്കുകയല്ല, ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ. ഒരു കാര്യം അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ യാഗപീഠം പണിതു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്റ്റേഴ്സ്, ഇൻ ഒബീഡിയൻസ്, അനുസരിച്ചുകൊണ്ട്. ഇപ്പോൾ ദൈവജനം സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി വന്നപ്പോൾ അവർ മടങ്ങി വന്നത് ദേശത്ത് പാർക്കുക എന്നുള്ളത് മാത്രമല്ല, ദൈവത്തെ ആരാധിക്കുന്നതിലൊരു യഥാസ്ഥാനം. ഇന്ന് ദൈവജനത്തിനേറെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതിൽ വേണ്ടും പോലെ ആരാധിക്കുവാൻ തക്കവണ്ണം പല മേഖലയിലൊരു യഥാസ്ഥാനം ആവശ്യമല്ലയോ? അതിനൊരു മുൻഗണന കൊടുക്കേണ്ടത് ഏറെ ആവശ്യമല്ലയോ? ഇന്ന് ആരാധന പലപ്പോഴും മുടക്കുന്ന അനുഭവമാണ് വിശ്വാസികൾക്കുള്ളത്. ദൈവത്തെ ആരാധിക്കുന്നതിലൊരു തീഷ്ണതയില്ല, ദൈവത്തെ ആരാധിക്കുന്നതിലൊരു ഐക്യതയില്ല, ദൈവിക പ്രമാണത്തിൽ ആരാധിക്കാനൊരു വ്യഗ്രതയില്ല. എന്നാൽ യഥാസ്ഥാനം വരുമ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാനിടയാകും. ഇസ്രായേലിന്റെ പുസ്തകത്തിൽ കാണുന്ന ഈ യഥാസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവം ഇടയാകട്ടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ. ഏറ്റവും നല്ലത് ഇത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാണോ? നീക്കിബാക്കികൾ കൊടുക്കുന്ന ദൈവമക്കളാണ് പലപ്പോഴും നാം. സമയമുണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കും. ധനം നമുക്ക് സ്പെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കും. എന്നാൽ ദൈവത്തിന് ഏറ്റവും നല്ലതിനെ കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഏറ്റവും നല്ലതിനെ തമ്പുരാന് കൊടുക്കുവാൻ, തമ്പുരാൻ്റെ ശുശ്രൂഷയിൽ കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ?
പലപ്പോഴും നമ്മുടെ ഈഗോ അല്ലയോ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന, നമ്മുടെ സ്വയം. ഇന്ന് ആത്മീക ഗോളത്തിൽ കാണുന്ന അനേക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം തകർക്കപ്പെടാത്ത, നിഗ്രഹിക്കപ്പെടാത്ത സ്വയമാണ്. കാപട്യമുള്ള ജീവിതമാണ് പലപ്പോഴും ആരാധനയുടെ ആ മഹത്വം നഷ്ടപ്പെടുത്തുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, തുറന്ന മനസ്സോടെ ആരാധിക്കുവാൻ. അതുമാത്രമല്ല, കഴുകപ്പെടാതെ ആരാധിക്കുന്ന അനുഭവം. എല്ലാം കുറവുള്ളവരാണ്, എന്നാൽ ഒരു ശുദ്ധീകരണത്തോടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിന് മുഴുവനും കൊടുക്കുവാൻ, ഓൾ ഓൺ ദി ഓൾട്ടർ. അങ്ങനെ ഈ ജനം ചെയ്തു എന്ന് നാം കാണും. അവർ ആരാധിക്കുന്നതിൽ മുടക്കം വരുത്തിയില്ല. കാലത്തും വൈകിട്ടും ദൈവത്തെ ആരാധിച്ചു. ദൈവജനം യഥാസ്ഥാനപ്പെട്ടു. ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസ സമൂഹം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ യാഗപീഠം പണിത് ദൈവിക പ്രമാണത്തിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആരാധന ശരിയായാൽ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശരിയാകും. അതുകൊണ്ടാണ് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ ഒന്നാമത് കൊടുത്തിരിക്കുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. നിൻ്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. ബാക്കിയുള്ള കൽപ്പനകളെല്ലാം വീഴേണ്ടതുപോലെ ആ സ്ഥലത്ത് വീഴും. ജീവിതത്തിൽ അത് പ്രമാണമായി തീരും. ഒന്നാമത്തെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. വെൻ വർഷിപ്പ് ഈസ് റൈറ്റ്, യുവർ ലൈഫ് വിൽ ബി റൈറ്റ്. ഈ ജനം ആരാധനയിലേക്ക്, സത്യാരാധനയിലേക്ക് മടങ്ങി. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് എന്നെയും നിങ്ങളെയും വ്യക്തിപരമായും സമൂഹമായും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ നല്ല ദൈവമേ, നിൻ്റെ ജനത്തെ നീ മറക്കുന്നില്ല. എത്രമാത്രം അന്യപ്പെട്ടു പോയാലും നീ മടക്കി വരുത്തുന്നൊരു ദൈവം. നിൻ്റെ വാഗ്ദത്തം ഒരിക്കലും നീ വിട്ടുകളയുന്നില്ല. ഞങ്ങളെ മടക്കി വരുത്തുവാൻ വേണ്ടുന്നതെല്ലാം നൽകുന്ന ഒരു അനുഭവം നിനക്കുള്ളത് കൊണ്ട് സ്തോത്രം. എന്നാൽ മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ മുൻഗണന നിന്നെ ആരാധിക്കുന്നതിന് നൽകുവാനിടയാകണം. അങ്ങയോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും ജീവിപ്പാനും അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ആരാധനയുള്ള സകല വൈകല്യങ്ങളും നീക്കി ഞങ്ങളുടെ ആരാധന അങ്ങേക്ക് പ്രസാദകരമായി തീരുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.